നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് നേതാവ് ചാവക്കാട് പുന്ന നൌഷാദ് വധം. ഒരാൾ കൂടി അറസ്റ്റിൽ. പാവർട്ടി പെരുവല്ലൂർ സ്വദേശി കുറ്റിക്കാട്ട് നിസാമുദ്ദീനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുവത്സര ആശംസ പറയാത്തതിൽ മുള്ളൂർക്കരയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും പ്രതി പിടിയിലായി. വേലൂരിൽ ഗൃഹനാഥൻ കടന്നൽ കുത്തേറ്റ് മരിച്ചു. വല്ലൂരാൻ വീട്ടിൽ പൌലോസ് മകൻ 52 വയസ്സുള്ള ഷാജുവാണ് മരിച്ചത്. ചാലിശ്ശേരിയിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. അരിയന്നൂരിൽ വീടിന് തീപിടിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ അരിയന്നൂർ മമ്മസ്രായില്ലത്ത് ആയിഷയുടെ വീടിനാണ് തീപിടിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ ആയിഷയുടെ ഇരു കൈകൾക്കും പൊള്ളലേറ്റു. പെരുമ്പടപ്പിൽ വൻ ലഹരിവേട്ട. 20,000-ഓളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. പാലപ്പെട്ടി സ്വദേശി അമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് നേതാവ് ചാവക്കാട് പുന്ന നൌഷാദ് വധം. ഒരാൾ കൂടി അറസ്റ്റിൽ. പാവർട്ടി പെരുവല്ലൂർ സ്വദേശി കുറ്റിക്കാട്ട് നിസാമുദ്ദീനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി 5 വർഷത്തിന് ശേഷമാണ് പിടിയിലാകുന്നത്. സംസ്ഥാന ക്രൈംബ്രാഞ്ചും പ്രത്യേക രഹസ്യാന്വേഷണ ദൌത്യ സംഘവും സംയുക്തമായാണ് ഗുരുവായൂരിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. കേസുമായി ബന്ധപ്പെട്ട് 14 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2019 ജൂൺ 30-നാണ് ചാവക്കാട് പുന്നയിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന നൌഷാദ് അടക്കം 4 കോൺഗ്രസ് പ്രവർത്തകർക്ക് വെട്ടേറ്റത്. ഇതിൽ നൌഷാദ് കൊല്ലപ്പെടുകയായിരുന്നു. SDPI പ്രവർത്തകനെ ആക്രമിച്ചതിലുള്ള പകയാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പുതുവത്സരാശംസ പറയാത്തതിൽ മുള്ളൂർക്കരയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി പിടിയിലായി. ആറ്റൂർ സ്വദേശി ഷാഫി എന്ന പാപ്പിയാണ് പിടിയിലായത്. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്തെ ബന്ധുവീട്ടിൽ നിന്നുമാണ് ഇയാളെ ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. വേലൂരിൽ ഗൃഹനാഥൻ കടന്നൽ കുത്തേറ്റ് മരിച്ചു. വല്ലൂരാൻ വീട്ടിൽ പൌലോസ് മകൻ 52 വയസ്സുള്ള ഷാജുവാണ് മരിച്ചത്. കർഷകനായ ഷാജുവിന് കൃഷിത്തോട്ടത്തിൽ വെച്ചാണ് കടന്നൽ കുത്തേറ്റത്. പ്രദേശവാസികളുടെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഷിജുവിനെ കടന്നൽ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരുന്നതിനിടെ ബുധനാഴ്ച അർദ്ധരാത്രിയോടെ മരണം സംഭവിച്ചു. സംസ്കാരം വേലൂർ സെന്റ് സേവിയേഴ്സ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടന്നു. ജെസി ഭാര്യയാണ്. ജിസ്മോൻ, ജിസ്ന എന്നിവർ മക്കളാണ്. ചാലിശ്ശേരിയിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. ചാലിശ്ശേരി അങ്ങാടി 13-ാം വാർഡ് നായനാർ റോഡിൽ വ്യാഴാഴ്ച രാവിലെ 11-നായിരുന്നു സംഭവം. കുമരനെല്ലൂർ കൊടകടവത്ത് വീട്ടിൽ 71 വയസ്സുള്ള മണിക്കാണ് കുത്തേറ്റത്. ദേഹം ആകെ തേനീച്ച പൊതിഞ്ഞ മണി പാടത്തുനിന്ന് നിലവിളിച്ച് റോഡിലെത്തി തളർന്നു വീഴുകയായിരുന്നു. റോഡിൽ പണിയെടുക്കുന്ന 13-ാം വാർഡിലെ 5 തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ധീരമായ ഇടപെടലിലാണ് രക്ഷാപ്രവർത്തനം സാധ്യമായത്. സ്ഥലം ഉടമയെത്തി മണിയെ പെരുമ്പിലാവ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്ന മണി അപകടനില തരണം ചെയ്തു. സംഭവമറിഞ്ഞ് ചാലിശ്ശേരി പോലീസ്, പട്ടാമ്പി ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് പാടശേഖരങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും തേനീച്ചക്കൂട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, പഞ്ചായത്ത് അംഗം ആനി വിനു, കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവരും നാട്ടുകാരും സ്ഥലത്തുണ്ടായിരുന്നു. ചാലിശ്ശേരിയിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്ന് കർഷകനെ രക്ഷപ്പെടുത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ധീരത. കൂട്ടത്തോടെ എത്തിയ തേനീച്ചകൾ ദേഹമാസകലം പൊതിഞ്ഞതോടെ നിലവിളിച്ച് പാടശേഖരത്ത് നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിയ മണി റോഡിൽ തളർന്നു വീണു. സംഭവം കണ്ട 13-ാം വാർഡിലെ കുമാരൻ, ഷീജ മോഹനൻ, കൊട്ടാരത്തിൽ തങ്ക, വടക്കേപ്പുറം സുഭദ്ര, കപ്പളയങ്ങാട് വേശു എന്നീ 5 തൊഴിലുറപ്പ് തൊഴിലാളികൾ അതിവേഗം വസ്ത്രം കൊണ്ട് മുഖം മൂടി ഉണങ്ങിയ ഓലക്കെട്ടുകളിൽ തീ കത്തിച്ച് തേനീച്ചയെ തീപ്പന്തമുണ്ടാക്കി ചിതറിച്ചു വിടുകയായിരുന്നു. ചിന്തിക്കാനോ പ്രതിസന്ധിയെക്കുറിച്ച് ഭയപ്പെടാനോ സമയമില്ലാത്ത അവസ്ഥയിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഷീജ മോഹനനും കുമാരനും പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവസരോചിതവും ധീരവുമായ ഇടപെടൽ മാതൃകയായി. പട്ടാമ്പി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ SL സനത്ത്, A മൻസൂർ, P അദീബ്, KK ഷിബുകുമാർ, P ദേവദാസ്, മുഹമ്മദ് ഷഹദാസ് എന്നിവർ പരിശോധന നടത്തിയെങ്കിലും തേനീച്ചക്കൂട് കണ്ടെത്താനാകാത്തത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. തളർന്നു ആകെ ആളുണ്ട് കാണാനില്ല. പിന്നെ കൊറേയൊക്കെ ചത്തു, കൊറേയൊക്കെ പിന്നെ മൂപ്പര് ഷർട്ടിൻ്റെ ഉള്ളിലും ചെറുട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ട്.
കൂറ്റനാട് സൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങവേ ലോട്ടറി വിൽപ്പനക്കാരൻ റോഡരികിലേക്ക് വീണു മരിച്ചു. കടവല്ലൂർ കൊരട്ടിക്കര പ്രിയദർശിനി വാഴപ്പുള്ളി വീട്ടിൽ ബാലനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:15 കൂറ്റനാട് ന്യൂ ബസാറിന് സമീപം ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് സമീപമായിരുന്നു അപകടം. നിരവധി വർഷങ്ങളായി കൂറ്റനാട് ഭാഗത്ത് സൈക്കിളിൽ ലോട്ടറി വിൽപ്പന നടത്തിവരികയായിരുന്നു ബാലകൃഷ്ണൻ. ലോട്ടറി വിൽപ്പന കഴിഞ്ഞ് കടവല്ലൂർ ഭാഗത്തെ വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു അപകടം. റോഡരികിലേക്ക് വീണ ബാലകൃഷ്ണനെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വെള്ളിയാഴ്ച ബന്ധുക്കൾക്ക് വിട്ടുനൽകും. നളിനി ഭാര്യയും രതീഷ്, രമ്യ എന്നിവർ മക്കളുമാണ്. ചിറമനേങ്ങാട് കണലിപ്പാറ പ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. പടക്കക്കടകളിൽ നിന്നും ഒഴിവാക്കുന്ന ഗുണ്ട് ഉൾപ്പെടെയുള്ള വെടിക്കെട്ട് സാമഗ്രികളാണ് സ്ഫോടക വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചതിലധികവും. ബുധനാഴ്ച രാത്രിയിൽ ജനവാസ കേന്ദ്രത്തിന് സമീപമാണ് സ്ഫോടക വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിച്ചത്. കടങ്ങോട് പഞ്ചായത്തിലെ പടക്കക്കടകളിൽ നിന്നും ഒഴിവാക്കുന്ന ഗുണ്ട് ഉൾപ്പെടെയുള്ള വെടിക്കെട്ട് സാമഗ്രികളാണ് കത്തിച്ചിരിക്കുന്നത്. ശബ്ദവും രൂക്ഷമായ പുകയും ഉയർന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ സ്ഥലത്തെത്തി കൂടുതൽ കത്തിക്കുന്നത് തടഞ്ഞു. കുന്നംകുളം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പടക്ക വിൽപ്പന കമ്പനിയുടെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിന് ഗോഡൌൺ നിർമ്മിക്കുന്നതിന് പരാതി നിലനിൽക്കുന്ന സ്ഥലത്താണ് വെടിക്കെട്ട് സാമഗ്രികൾ കത്തിച്ചത്. നടന്നുപോകുന്ന വഴിക്ക് സമീപം ഗുണ്ട് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ ഇനിയും പരന്നു കിടക്കുന്നതായും നാട്ടുകാർ പറയുന്നു. കണലിപ്പാറയിൽ പടക്ക സംഭരണശാലയ്ക്ക് ഗോഡൌൺ നിർമ്മിക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയിൽ പഞ്ചായത്ത് മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞിരുന്നു. ജനവാസ കേന്ദ്രത്തിലെ പടക്ക സംഭരണശാലയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സ്ഫോടക വസ്തുക്കൾ കത്തിച്ചതിനെതിരെ നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. CCTV ന്യൂസ്. അരിയന്നൂരിൽ വീടിന് തീപിടിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ അരിയന്നൂർ മമ്മസ്രായില്ലത്ത് ആയിഷയുടെ വീടിനാണ് തീപിടിച്ചത്. വീടിനോട് ചേർന്നുള്ള അടുക്കളയിൽ നിന്നാണ് തീ പടർന്നത്. തുടർന്ന് വിറകുപുരയിലേക്ക് തീ പടർന്നതോടെ ആളിപ്പടരുകയായിരുന്നു. ക്യാൻസർ രോഗിയായ ആയിഷ തനിച്ചാണ് ഈ വീട്ടിൽ താമസം. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ ആയിഷയുടെ ഇരു കൈകൾക്കും പൊള്ളലേറ്റിട്ടുണ്ട്. നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസികളുടെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. ഫയർഫോഴ്സിന്റെ ഗുരുവായൂർ യൂണിറ്റ് സംഭവസ്ഥലത്തെത്തി തീ അണയ്ക്കുന്നതിന് നേതൃത്വം നൽകി. ചൊവ്വന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗം PK അസീസ് തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. പെരുമ്പടപ്പിൽ വൻ ലഹരിവേട്ട. 20,000-ഓളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. പാലപ്പെട്ടി സ്വദേശി അമീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പിക്കപ്പ് വാനും പോലീസ് പിടിച്ചെടുത്തു. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് വാഹനം സഹിതം പാലപ്പെട്ടി കാപ്പിരിക്കാട് നിന്നും പോലീസ് പിടികൂടിയത്. പെരുമ്പടപ്പ് ഇൻസ്പെക്ടർ CV ബിജു, ASI ഉദയകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു നാരായണൻ, ധനാജ്, പ്രവീൺ, ജെറോം എന്നിവരടങ്ങുന്ന സംഘമാണ് ലഹരിവേട്ട നടത്തിയത്. പ്ലാസ്റ്റിക് ചാക്കുകളിലും ചണച്ചാക്കുകളിലും നിറച്ചായിരുന്നു ഹാൻസ് കടത്താൻ ശ്രമിച്ചത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പോർക്കുളം പഞ്ചായത്തിലെ 7-ാം വാർഡ് അക്കിക്കാവിലെ സെന്റ് ജോർജ് റോഡ് നിവാസികൾക്ക് പുതുവർഷത്തിൽ ആഹ്ലാദം സമ്മാനിച്ച് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക പദ്ധതിയിൽ നിന്നും 18,28,370 രൂപ ചെലവഴിച്ചാണ് മേഖലയിലെ 58 കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതി നടപ്പിലാക്കിയത്. വ്യാഴാഴ്ച രാവിലെ AC മൊയ്തീൻ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലത്തിൽ 88 കുടിവെള്ള പദ്ധതികൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ഇനിയും ഈ വർഷം 8 പദ്ധതികൾ കൂടി തുടങ്ങുമെന്നും MLA പറഞ്ഞു. ഇതിനു പുറമെ പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ പുനർനിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ഈ 8 വർഷക്കാലം കൊണ്ട് 84 കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷത്തെ MLA ഫണ്ടിൽ നിന്നും 8 കുടിവെള്ള പദ്ധതികൾക്ക് പണം നീക്കിവെച്ചിട്ടുണ്ട്. ചില ഗ്രാമീണ റോഡുകൾക്കുള്ള പദ്ധതികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പോർക്കുളത്തെ കളിസ്ഥലം 50 ലക്ഷം രൂപ, കലശമലയിലെ ടൂറിസം ഡെസ്റ്റിനേഷനിലേക്കുള്ള ഒരു റോഡുണ്ട്. ആ ഡെസ്റ്റിനേഷനിലേക്കുള്ള റോഡിന് ഒരു 25 ലക്ഷം രൂപ ഈ വർഷം ഉണ്ടാകും. പിന്നെ PHCയുടെ അവിടെ നിന്ന് പുഞ്ചിരി റോഡിന് ഒരു 15 ലക്ഷം രൂപ ഈ വർഷം സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള പണമുണ്ട്. പാറേപ്പാട് സെൻറ്ററിൽ ഒരു ഹൈമാസ്റ്റിലേക്ക് വേണം എന്നുള്ള ആവശ്യം വന്നിരുന്നു. അതിനുള്ള പണവും ഈ വർഷം വകയിരുത്തിയിട്ടുണ്ട്.
ചടങ്ങിൽ പദ്ധതിക്കായി സൗജന്യ സ്ഥലം നൽകിയ ഇടമുള്ള വീട്ടിൽ സുനിൽകുമാറിനെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സെക്രട്ടറി ലിൻസി ഡേവിഡ് വി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ രേഖ ജയരാമൻ സ്വാഗതവും പദ്ധതി കൺവീനർ റോയ് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാവിലെ 10:30 രാജ്ഭവനിലാണ് ചടങ്ങുകൾ നടന്നത്. ഗാർഡ് ഓഫ് ഓണർ അടക്കം ചടങ്ങുകളും സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി രാജ്ഭവനിൽ സംഘടിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, DGP എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബീഹാർ ഗവർണറായിരിക്കെയാണ് വിശ്വനാഥ് അർലേക്കറെ കേരള ഗവർണറായി മാറ്റി നിയമിച്ചത്. ഗോവ സ്പീക്കറും മന്ത്രിയുമായി പ്രവർത്തിച്ച അർലേക്കർ RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. അതേസമയം അർലേക്കറുടെ വരവിനെ മുൻവിധിയോടെ സമീപിക്കേണ്ട കാര്യമില്ലെന്നാണ് CPM നിലപാട്. ചിറ്റാട്ടുകര വിശുദ്ധ സെബസ്ത്യനോസിന്റെ ദേവാലയത്തിൽ 255-ാം കമ്പടി തിരുനാൾ ജനുവരി 4, 5, 6, 7, 8 തീയതികളിൽ ആഘോഷിക്കും. തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുനാൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിപുലമായ ആഘോഷങ്ങളോടൊപ്പം ആത്മീയമായ വളർച്ചയ്ക്കും സമാനതകളില്ലാത്ത കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ കമ്പടി തിരുനാളിന്റെ സവിശേഷത. ജാതിമതഭേദമന്യേ അർഹതയുള്ള എല്ലാവർക്കും വർഷത്തിലെ 12 മാസവും 1000 രൂപ വീതം സഹായം എത്തിച്ചു നൽകുന്ന പ്രതിമാസ പെൻഷൻ പദ്ധതിക്കൊപ്പം പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺമക്കളുടെ വിവാഹത്തിന് 5 ലക്ഷം രൂപ നൽകുന്ന വിവാഹ സഹായ പദ്ധതിയും തിരുനാളിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നുണ്ട്. 15 ലക്ഷം രൂപയാണ് കാരുണ്യ പ്രവൃത്തികൾക്കായി ഈ വർഷം മാറ്റിവെച്ചിട്ടുള്ളത്. ഡിസംബർ 29-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് അത്താണി പോപ്പ് ജോൺ പോൾ പീസ് ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി കൊടി കയറ്റിയതോടെ തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കൊടിയേറ്റം മുതൽ പ്രധാന തിരുനാൾ ദിവസമായ ജനുവരി 6-ാം തീയതി വരെ എല്ലാ ദിവസങ്ങളിലും തിരുകർമ്മങ്ങളും വൈകിട്ട് 7 മണിക്ക് മികവാർന്ന കലാസാംസ്കാരിക പരിപാടികളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഡിസംബർ 29 മുതൽ ജനുവരി 3-ാം തീയതി വരെ വിവിധ വകുപ്പുകളുടെ അമ്പെഴുന്നള്ളിപ്പുകൾ, 6-ാം തീയതി വൈകിട്ട് ഭക്തിനിർഭരമായ വേസ്പര, അമ്പുപ്രദക്ഷിണങ്ങൾ, വിശുദ്ധന്റെ തിരുസ്വരൂപങ്ങളും വഹിച്ചുകൊണ്ട് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം തുടങ്ങി വിവിധ പരിപാടികളോടെയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. വിൽസൺ പിടിയത്ത്, മാനേജിംഗ് ട്രസ്റ്റി ജോൺസൺ നീലങ്കാവിൽ, ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ PV പിയൂസ്, പബ്ലിസിറ്റി കൺവീനർ റിജോ P ജോർജ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കേച്ചേരി. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി തിരുനാളിനോടനുബന്ധിച്ച് നടന്ന കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. വൈകിട്ട് ദിവ്യബലിക്ക് ശേഷം വീടുകളിൽ നിന്നുള്ള അമ്പ് വള എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി. തുടർന്ന് ബാൻഡ്, തേര് മത്സരങ്ങളും ഉണ്ടായിരുന്നു. തിരുനാളിന്റെ പ്രധാന ദിനമായ വെള്ളിയാഴ്ച രാവിലെ 5:45-നും 8-നും ദിവ്യബലി നടക്കും. 10:30-ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 4-ന് വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടാകും. കോട്ടോലിൽ തെരുവുനായ ആക്രമണത്തിൽ ആടുകൾ ചത്തു. വടക്കേ കോട്ടോൽ കണ്ടിരുത്തി വീട്ടിൽ ബാലന്റെ വീട്ടിലെ ആടുകളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന ആടുകളെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. ആടുകളുടെ കരച്ചിൽ കേട്ട് സമീപവാസികൾ ഓടിയെത്തിയെങ്കിലും നായ്ക്കൾ കടിച്ചുകൊന്നിരുന്നു. പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ആടുകളാണ് ചത്തത്. പുതുവർഷ പുലരിയിൽ മദ്യപിച്ച് അയൽവാസിയായ യുവതിയോട് മോശമായി പെരുമാറിയയാളെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ ചെട്ടിയാംകുളം ഏറത്ത് വീട്ടിൽ മിഥുനെയാണ് SI ശരത് സോമന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പുലർച്ചെ 1:30-യോടെ വീട്ടിൽ കയറി അസഭ്യം പറഞ്ഞ് നഗ്നതാ പ്രദർശനം നടത്തുകയും സ്ത്രീയെ കയറിപ്പിടിക്കുകയും ചെയ്തതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നവീകരിച്ച കുന്നംകുളം തെക്കേയങ്ങാടി സെന്റ് മത്യാസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ കൂദാശയും ശതാബ്ദി ആഘോഷവും വെള്ളി, ശനി ദിവസങ്ങളിലായി നടക്കും. കുന്നംകുളം ഭദ്രാസനാധിപനും ഇടവകാംഗവുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, അബ്രഹാം മാർ സ്തെഫാനോസ്, ഡോക്ടർ ഗീവർഗീസ് മാർ ബർനാബോസ് എന്നീ മെത്രാപ്പോലിത്തമാർ ശുശ്രൂഷകൾക്ക് കാർമ്മികരാകും. മറ്റ് വൈദികർ സഹകാർമ്മികരാകും. വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത്, ട്രസ്റ്റി MG ജോൺസൺ, സെക്രട്ടറി ജോബിൻസ് പീറ്റർ,
മറ്റ് ഭാരവാഹികളും നേതൃത്വം നൽകും. പൊതുസമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, വാർഡ് കൌൺസിലർ മിനി മോൺസി, ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ എന്നിവർ പങ്കെടുക്കും. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി നവീകരിച്ച ദേവാലയത്തിൽ ദനഹ പെരുന്നാൾ ആഘോഷവും ഉണ്ടാകും. സമൂഹത്തിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മേഖലകൾ സൃഷ്ടിക്കുന്നവരെ തിരിച്ചറിയണമെന്ന് NK അക്ബർ MLA. പുന്നയൂർ കുഴിങ്ങര യുവധാര സംഘടിപ്പിച്ച കലാസാംസ്കാരിക വിരുന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കബീർ പുളിക്കപ്പറമ്പിലിന് ആദ്യ അംഗത്വം നൽകി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, CPM പുന്നയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം MA വഹാബ് എന്നിവർ സംസാരിച്ചു. MK ശാലു അധ്യക്ഷയായി. AK നസീറിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇയർ മ്യൂസിക് വൈബും ഉണ്ടായിരുന്നു. പുന്നയൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KA വിശ്വനാഥൻ മാസ്റ്റർ, വാർഡ് മെമ്പർ റസീന ഉസ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്വേഷത്തിൻ്റെതായ മേഖലകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കോടതിയിലെ ഉന്നതരായ ജഡ്ജിമാർ വരെ ഇതര മതസ്ഥരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയാണ്. മന്ത്രിമാർ സംസാരിക്കുന്നു, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ 4 വോട്ട് കിട്ടാൻ വേണ്ടി സംസാരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ എവിടേക്ക് എത്തിക്കുക. അപ്പോൾ വെറുപ്പിൻ്റെതായ സംസാരങ്ങളും ആലോചനകളും നടക്കുന്ന ഒരു സന്ദർഭത്തിൽ മനുഷ്യന്റെ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഏത് പരിശ്രമത്തെയും പ്രോത്സാഹിപ്പിക്കുക. തലക്കോട്ടുകരയിൽ തെങ്ങ് റോഡിനു കുറുകെ മറിഞ്ഞു വീണു. കനത്ത കാറ്റ് മൂലം രാവിലെ 11 മണിയോടുകൂടി പ്രഭാത് നഗറിലാണ് സംഭവം. കാൽനട യാത്രക്കാരും വാഹനങ്ങളും ഇല്ലാത്ത സമയമായതിനാൽ വൻ അപകടം ഒഴിവായി. കേച്ചേരി KSEB അധികൃതരെത്തി വിച്ഛേദിക്കപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായുള്ള നവനാൾ ദിവ്യബലിക്ക് ശേഷം തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. സ്വിച്ച് ഓൺ കർമ്മത്തിന് ശേഷം കൊച്ചിൻ കലാഭവന്റെ ബാൻഡ് മേളവും അരങ്ങേറും. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധരായ സെബസ്തിനോസിന്റെയും അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6:30 തിരുനാളിനോടനുബന്ധിച്ചുള്ള നവനാൾ ദിവ്യബലിയും ലതീഞ്ഞ്, നൊവേന എന്നിവയും നടക്കും. ശനിയാഴ്ച രാവിലെ ദിവ്യബലിയെ തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 9:30 ഫാദർ വിജു കോലങ്കണ്ണിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടക്കും. ഫാദർ ജോസഫ് നെടുങ്ങനാൽ സഹകാർമ്മികനാകും. ഫാദർ ബിജു പനങ്കുളം തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും. ഉച്ചയ്ക്ക് 1:30 മുതൽ ആരംഭിക്കുന്ന യൂണിറ്റുകളിലെ അമ്പ് പ്രദക്ഷിണങ്ങൾ രാത്രി 9 മണി മുതൽ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്ന് സമാപിക്കും. തുടർന്ന് സംയുക്ത ബാൻഡ് മേളം അരങ്ങേറും. വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട്, കൈക്കാരന്മാരായ ബെഫിൻ അറങ്ങാശ്ശേരി, ജോയ് പാലയൂർ, ജനറൽ കൺവീനർ ഡേവിസ് അതിയുന്തൻ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂരിൽ തനിച്ച് താമസിക്കുന്ന ടാക്സി ഡ്രൈവറെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തമ്പള്ളി നളന്ദ ജംഗ്ഷനിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചീരടത്ത് രഘുവാണ് മരിച്ചത്. വീടിന്റെ വാടക വാങ്ങാനെത്തിയയാൾ തട്ടിവിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ജനലിലൂടെ നോക്കിയപ്പോഴാണ് രഘുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. ഗുരുവായൂർ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഭക്തിയുടെ പ്രതീകമായ ഗുരുവായൂരിലെ മഞ്ജുളാൽത്തറ അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നു. ആൽത്തറയിൽ ചിറക് വിടർത്തി നിൽക്കുന്ന ഗരുഡന്റെ ശില്പം മാറ്റിസ്ഥാപിക്കാനായി പൊളിച്ചു തുടങ്ങി. കിഴക്കുഭാഗത്തു നിന്ന് ഗുരുവായൂരിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്ന മഞ്ജുളാൽ പ്രസിദ്ധമാണ്. മഞ്ജുളയെന്ന ബാലികയുടെ ഭക്തിയാണ് മഞ്ജുളാലിലൂടെ തലപൊക്കുന്നത്. നിത്യവും ഗുരുവായൂരപ്പന് മാല ചാർത്തിയിരുന്ന മഞ്ജുളയ്ക്ക് ഒരു ദിവസം അതിന് കഴിഞ്ഞില്ല. മഞ്ജുള എത്തുമ്പോഴേക്കും ക്ഷേത്രനട അടച്ചിരുന്നു. സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടിയോട് ആ മാല ആലിൽ ചാർത്താൻ അതുവഴി വന്ന പൂന്താനം നമ്പൂതിരിയെ ആവശ്യപ്പെട്ടു. പൂന്താനത്തിന്റെ നിർദ്ദേശപ്രകാരം മഞ്ജുള ആ മാല ആലിൽ ചാർത്തി വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് നിർമ്മാല്യ ദർശനത്തിനായി ക്ഷേത്രനട തുറന്ന് മേൽശാന്തി വിഗ്രഹത്തിലെ മാലകൾ നീക്കം ചെയ്തു തുടങ്ങി. എന്നാൽ ഒരു മാല മാത്രം നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് അവിടെ എത്തിയ പൂന്താനം അത് തലേ ദിവസം മഞ്ജുള ആലിൽ ചാർത്തിയ മാലയാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ വിവരം മേൽശാന്തി അടക്കമുള്ളവരെ ധരിപ്പിക്കുകയും ചെയ്തു.
ഈ ഐതിഹ്യമാണ് മഞ്ജുളാൽ എന്ന പേരിന് കാരണമായത്. മഞ്ജുളാലിന് പ്രൗഢിയേകുന്നത് ആൽത്തറയിലെ ഗരുഡ പ്രതിമയാണ്. 55 വർഷം മുമ്പ് കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണനാണ് കോൺക്രീറ്റിൽ ഗരുഡ പ്രതിമ നിർമ്മിച്ചത്. ഇതുമാറ്റി വെങ്കല പ്രതിമയാണ് സ്ഥാപിക്കുന്നത്. നിലവിലുള്ള ഗരുഡന്റെ അതേ അളവും രൂപഭാവവും മാറാതെ കളിമണ്ണിൽ നിർമ്മിച്ച പ്രതിമയിൽ വെങ്കലം പൊതിയുകയാണ് ചെയ്യുന്നത്. കണ്ണൂർ സ്വദേശിയായ ശില്പി കാനായി ഉണ്ണിയാണ് ഇത് നിർമ്മിക്കുന്നത്. 8 അടി നീളവും 16 അടി വീതിയുമുള്ള ഗരുഡ പ്രതിമയ്ക്ക് 4000-ഓളം കിലോ ഭാരം വരും. മഞ്ജുളാൽ തറ കരിങ്കൽ പാളി കൊണ്ട് ഉയർത്തിക്കെട്ടും. ആലിന് പടിഞ്ഞാറ് ഭാഗത്തെ കുചേലന്റെ ശില്പവും മാറ്റിപ്പണിയും. നവീകരണം പൂർത്തിയാകുന്നതോടെ മഞ്ജുളയുടെ പ്രതിമയും സ്ഥാപിക്കും. 1 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. പറവൂർ സ്വദേശി വേണു കുന്നപ്പിള്ളിയുടെ വഴിപാടാണിത്. വിഷുവിന് ഗുരുവായൂരിലെത്തുന്നവരെ വരവേൽക്കുന്നത് വെങ്കല പ്രതിമയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളം കീഴൂർ മാന്തോട്ടം പ്രദേശത്തെ ഒഴിഞ്ഞ പറമ്പിൽ മാലിന്യം തള്ളുന്നത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കറോളം വരുന്ന ഒഴിഞ്ഞ പറമ്പിലാണ് മാലിന്യം പതിവായി നിക്ഷേപിക്കുന്നത്. പറമ്പിലുള്ള പൊട്ടക്കിണറുകൾ ഉപയോഗശൂന്യമായ മാലിന്യങ്ങളാൽ നിറഞ്ഞ അവസ്ഥയിലാണ്. രാത്രിയുടെ മറവിൽ ഇരുചക്ര വാഹനങ്ങളിലെത്തി മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. മാലിന്യം തള്ളുന്നത് മൂലം മഴക്കാലമായാൽ പ്രദേശത്തെ കിണറുകളിലെ വെള്ളം മലിനമാകാറുണ്ടെന്നും ഹോട്ടൽ മാലിന്യം കാരണം പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പറയുന്നു. അധികാരികൾ കർശന നടപടി സ്വീകരിച്ച് മാലിന്യം തള്ളുന്ന പ്രവണതയ്ക്ക് അറുതി വരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കിണറ്റിൽ ഈ കണ്ണി കണ്ട വേസ്റ്റുകളും ഹോട്ടൽ വേസ്റ്റുകളും കണ്ണി കണ്ട സാധനങ്ങളും കൊടുന്നിട്ടിട്ട് ഞങ്ങളുടെ ചുറ്റുപാടുള്ള വീടുകളിലേക്കൊക്കെ വെള്ളത്തിന് ഗംഭീര പ്രശ്നമാണ്. ഞങ്ങളുടെ സ്ഥിതി വളരെ മോശമാണ്. ഇതിന് ഗവൺമെൻറ്റായിട്ടോ ജനങ്ങൾ ഇത് ഒരു തീരുമാനം ഉണ്ടാക്കണം. ആൾക്കാർക്കുള്ള ഏരിയയിൽ കംപ്ലീറ്റ് ഈ വേസ്റ്റ് വന്നിട്ട് ആ വേസ്റ്റിൻ്റെ വെള്ളമാണ് ഞങ്ങളിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു വഴി ഗവൺമെൻറ് കണ്ടെത്തണം. നായ്ക്കളാണ് വെച്ചാൽ അതിലും വലിയ ശല്യം. ഈ വേസ്റ്റ് കൊടുത്തിട്ട് നായ്ക്കൾ അവിടെ നിന്ന് പോകണില്ല. ജനങ്ങൾക്ക് ഭയങ്കര ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചൂണ്ടൽ യൂണിറ്റ് കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യുറീക്ക, ശാസ്ത്ര കേരളം എന്നീ പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്തു. വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായാണ് ശാസ്ത്ര പരിഷത്ത് യൂണിറ്റ് യുറീക്ക, ശാസ്ത്ര കേരളം എന്നീ മാസികകൾ നൽകിയത്. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും പരിഷത്ത് മേഖലാ പ്രസിഡന്റുമായ എ ജയകൃഷ്ണൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മാസികകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പരിഷത്ത് മേഖലാ കമ്മിറ്റി അംഗം പി കെ രാജൻ മാസ്റ്റർ, ചൂണ്ടൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ്, പരിഷത്ത് ചൂണ്ടൽ യൂണിറ്റ് സെക്രട്ടറി സൂര്യദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖരത്തിൽ സംസ്ഥാന പാതയോട് ചേർന്ന ഭാഗത്ത് ശുചിമുറി മാലിന്യവും പ്ലാസ്റ്റിക്കും തള്ളുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് 100 കർഷകർ ഒപ്പിട്ട പരാതി കളക്ടർക്ക് നൽകി. കൊള്ളഞ്ചേരി പാടശേഖര സമിതി ഭാരവാഹികളായ MK മൊയ്തീൻ, M ശശി എന്നിവർ കളക്ടറുടെ ചേംബറിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത്. വാഹനങ്ങളിൽ വൻതോതിലെത്തിക്കുന്ന ശുചിമുറി മാലിന്യം നെൽവയലിലേക്ക് തള്ളുന്നത് 2 വർഷത്തോളമായി തുടരുന്നുണ്ട്. രാസവസ്തു ചേർത്ത മാലിന്യം നെൽകൃഷിക്ക് കടുത്ത ഭീഷണിയായതോടെ മാലിന്യം തള്ളൽ തടയാൻ കർഷകർ നെട്ടോട്ടത്തിലാണ്. കഴിഞ്ഞ സീസണിലെ നെൽകൃഷിയെ മാലിന്യം കടുത്ത രീതിയിൽ ബാധിച്ചിരുന്നു. നെല്ലിന്റെ നിറത്തിൽ മാറ്റം സംഭവിക്കുകയും വിളവ് കുറയുകയും ചെയ്തു. 1 വർഷത്തോളമായി പല വകുപ്പുകളിലും പരാതി നൽകുന്നുണ്ടെങ്കിലും ഫലപ്രദമായ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കളക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് മാലിന്യം തള്ളാനെത്തിയ വാഹനം നിരീക്ഷണ ക്യാമറകൾ വഴി കണ്ടെത്തി പോലീസ് പിടികൂടിയിരുന്നു. ഇതേ തുടർന്ന് 2 മാസത്തോളം ശമനമുണ്ടായെങ്കിലും വീണ്ടും തുടങ്ങി. മാലിന്യം തള്ളുന്നവരെ ശിക്ഷിക്കാൻ ശക്തമായ നിയമങ്ങളുണ്ടെങ്കിലും അത് പ്രയോഗിക്കാൻ പോലീസ് മടിക്കുന്നതാണ് സാമൂഹ്യവിരുദ്ധർക്ക് തുണയാകുന്നതെന്ന് ആക്ഷേപമുണ്ട്. പിടികൂടുന്നവരെ നിസ്സാര പിഴ ചുമത്തി വിടുകയാണ് പതിവെന്നും കർഷകർ പറയുന്നു. സ്പോൺസറുടെ സഹായത്തോടെ പഞ്ചായത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചെങ്കിലും ദൃശ്യങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ ഭാഗങ്ങളിൽ നെൽകൃഷി ചെയ്തിട്ട് പ്രയോജനമില്ലെന്നാണ് കർഷകരുടെ അഭിപ്രായം. തിരുവാതിര വാണ്യത്തിന് മുന്നോടിയായി കാട്ടകാമ്പാൽ ചിറക്കൽ സെന്ററിൽ ഒരുക്കിയ ബാനറിൽ ചിത്രകാരന്മാർ ചിത്രങ്ങൾ വരച്ചു. ചിത്രവിളംബരം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. MK സോമൻ അധ്യക്ഷത വഹിച്ചു. PC ബിനോയ്, KK വിജയൻ, VP സണ്ണി എന്നിവർ നേതൃത്വം നൽകി. ചിത്രകാരന്മാരായ MK ജോൺസൺ, KK ജയപ്രകാശ്, ശശി കാട്ടകാമ്പാൽ, മോഹനൻ കാട്ടകാമ്പാൽ, NS ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്ത ചിത്രങ്ങൾ വരച്ചത്. ജനുവരി 10, 11 തീയതികളിലാണ് തിരുവാതിര വാണ്യം.
ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുഖിലപീഡിക മഹാത്മാ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള സംഘാടക സമിതി യോഗം ചേർന്നു. GCC ക്ലബ് ഹൌസിൽ നടന്ന സംഘാടക സമിതി യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ GCC പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷനായി. രക്ഷാധികാരി ബാബു നാസർ, പഞ്ചായത്ത് അംഗം ആനി വിനു, പഞ്ചായത്ത് അംഗവും സ്കൂൾ PTA പ്രസിഡന്റുമായ PV രജീഷ്, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനായി അക്ബർ ഫൈസൽ കൺവീനർ, ഷാജഹാൻ നാലകത്ത് ട്രഷറർ, ജിജു ജേക്കബ് ടൂർണമെന്റ് കോർഡിനേറ്റർ തുടങ്ങിയവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ഫെബ്രുവരി 1 മുതൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. നവീകരണം നടത്തിയ പുന്നയൂർ പഞ്ചായത്ത് 4-ാം വാർഡിലെ 44-ാം നമ്പർ അങ്കണവാടി റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ നാടിന് സമർപ്പിച്ചു. MGNREGയുടെ 5.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കോൺക്രീറ്റ് ചെയ്ത് റോഡ് പ്രാവർത്തികമാക്കിയത്. ചടങ്ങിൽ വാർഡ് മെമ്പർ സലീന നാസർ അധ്യക്ഷത വഹിച്ചു. പുന്നയൂർ നിവാസികളും സന്നിഹിതരായിരുന്നു. കുന്നംകുളം നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ പരിധിയിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 61 കുട്ടികൾക്കാണ് 3,50,000 രൂപ ചിലവഴിച്ച് മേശകളും കസേരകളും നൽകിയത്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ AC മൊയ്തീൻ MLA കാണിയാമ്പാൽ സ്വദേശി AS ഗ്യാൻദേവിന് മേശയും കസേരയും നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, കൌൺസിലർമാരായ ബിജു C ബേബി, ഗീത ശശി, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, SSD ഡെവലപ്മെന്റ് ഓഫീസർ MN ബിന്ദു എന്നിവർ പങ്കെടുത്തു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറമനേങ്ങാട് കനിവിലെ അമ്മമാരോടൊപ്പം പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. RCC സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാൻഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, സിനിമാ പിന്നണി ഗായകൻ ചാർലി ബഹ്റിൻ, പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു ഫ്രാൻസിസ് എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ, ജില്ലാ ഭാരവാഹികളായ ശങ്കരനാരായണൻ, CK ഷിജു, റഫീഖ് കടവല്ലൂർ, വിഷ്ണു NM, കനിവ് ട്രസ്റ്റ് ചെയർമാൻ KP അബ്ദു, ചെയർപേഴ്സൺ S ജമീല, ട്രസ്റ്റ് മാനേജർ ബാപ്നു മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ആടുജീവിതം എന്ന സിനിമയിലെ പെരിയോനെ റഹ്മാനെ എന്ന ഗാനം വേദിയിൽ മനോഹരമാക്കിയ ചാർലി ബഹ്റിനെ ചടങ്ങിൽ ആദരിച്ചു. കനിവിലെ അന്തേവാസികൾക്ക് പുതുവത്സര സമ്മാനങ്ങളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ഹിമാചലിലെ മണാലിയിൽ CPM ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രദർശനവുമായി യുവാവ്. CPMന്റെ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് നടക്കാനിരിക്കെ വിനോദയാത്രയ്ക്ക് പോയ യുവാവ് മണാലിയിൽ നടത്തിയ സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രദർശനം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. മരത്തംകോട് കിടങ്ങൂർ PSP പ്രദേശത്തെ റനേഷ് എന്ന യുവാവാണ് ചിത്രം പങ്കുവച്ചത്. സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരും ഷെയർ ചെയ്തതോടുകൂടി ചിത്രം വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. കുന്നംകുളം മേലേപ്പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ 50ാം വാർഷിക പെരുന്നാളും ബസേലിയോസ് ഗീവർഗീസ് കാതോലിക്ക ബാവയുടെ 61ാം ഓർമ്മ പെരുന്നാളിനും തുടക്കമായി. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നു. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ഭദ്രാസനത്തിലെ വൈദികരുടെ സഹകാർമ്മികത്വത്തിലും ശുശ്രൂഷകൾ നടന്നു. വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് നെപ്പൻസ് റോഡിലെ സെന്റ് മേരീസ് ചാപ്പലിൽ വിശുദ്ധ കുർബാന, രാത്രി 7 മണിക്ക് പള്ളിയിൽ സന്ധ്യാനമസ്കാരം, തുടർന്ന് പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വും ഉണ്ടായി. വെള്ളിയാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരം, ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, വൈകിട്ട് 5:30 പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച സദ്യയും ഉണ്ടാകും. പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ, സഹവികാരി ഫാദർ ജോസഫ് ജോസ്, കൈക്കാരൻ അരുൺ വിജോയ്, സെക്രട്ടറി P സിഞ്ചു സജിൻ എന്നിവർ നേതൃത്വം നൽകും. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വടക്കേ കോട്ടോൽ കുന്നിൽ നടക്കുന്ന മണ്ണെടുപ്പ് തടയുന്നതിനായി ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു. പ്രദേശത്തെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ യോഗത്തിൽ നിന്നും ചെയർമാനായി ഷെഫീഖ്, കൺവീനറായി മുരളീധരൻ പൊറ്റേക്കാട്ട്, രക്ഷാധികാരികളായി വാർഡംഗം KS നിഷ, MK ലക്ഷ്മണൻ എന്നിവരെയും 60ഓളം വരുന്ന അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. നാടിനെ നാശത്തിലെത്തിക്കുന്ന മണ്ണെടുപ്പിനെ നിയമപരമായി നേരിടാൻ യോഗം തീരുമാനിച്ചു.
കഴിഞ്ഞ ദിവസങ്ങളിൽ കുന്നിൽ നിന്നും അമിതഭാരം കയറ്റിപ്പോയിരുന്ന ലോറികൾ നാട്ടുകാർ തടഞ്ഞിരുന്നു. തുടർന്ന് പോലീസ് എത്തി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് അമിതഭാരം കണ്ടെത്തിയതിനെ തുടർന്ന് പിഴ ചുമത്തി. അമിതഭാരം കയറ്റി അപകടം സൃഷ്ടിക്കും വിധം പോകുന്ന ലോറികൾ തടഞ്ഞു പ്രതിഷേധിക്കുമെന്ന് കമ്മിറ്റി അറിയിച്ചു. ലോറികൾ തടഞ്ഞു പ്രതിഷേധിക്കുകയും പിഴ ചുമത്തുകയും ചെയ്തതോടെ 2 ദിവസങ്ങളിലായി മണ്ണെടുക്കുന്നത് കരാർ കമ്പനി നിർത്തിവെച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രവർത്തനം ബലം കണ്ടു. പനന്തര നാക്കോല റോഡിൽ മാലിന്യം തള്ളിയ ഹോട്ടൽ ഉടമയെ നാട്ടുകാരുടെ സഹായത്തോടെ കയ്യോടെ പിടികൂടി. ആൽത്തറ പുഴിക്കള അമ്മ ഹോട്ടലുടമ അനിൽകുമാറിനെയാണ് പിടികൂടി പോലീസിലേൽപ്പിച്ചത്. നാക്കോല പനന്തറ റോഡരികിൽ മാലിന്യം തള്ളുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും ആളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. നാട്ടുകാർ കാവലിരുന്ന ബുധനാഴ്ച രാത്രിയിൽ അനിൽ മാലിന്യം തള്ളുന്നതിനിടെ പിടികൂടുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തി ഇയാളെക്കൊണ്ട് തന്നെ മാലിന്യം തിരിച്ചെടുപ്പിച്ചു. ഹോട്ടലിനെതിരെ മുൻപും പരാതികളും നടപടികളും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ സാമൂഹ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ പറഞ്ഞു. കുന്നംകുളം കക്കാട് ശ്രീമഹാഗണപതി ക്ഷേത്രത്തിൽ ശനിയാഴ്ച വേട്ടേക്കാരൻ പാട്ട് നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് 36,008 നാളികേരമെറിഞ്ഞുള്ള വേട്ടേക്കാരൻ പാട്ട് നടക്കുന്നത്. രാവിലെ 9 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ്സ് കക്കാട് കാരണവപ്പാട് മണക്കുളം ദിവാകര രാജ ഉദ്ഘാടനം നിർവഹിക്കും. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, സിനിമാ താരം രമ്യ നമ്പീശൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. വേട്ടേക്കരൻ പാട്ടിന്റെ ഭാഗമായി കോമരം കാരക്കുറ രാമചന്ദ്രൻ നായരെ ആദരിക്കും. മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റി സുനിൽദാസ് സ്വാമി, വാസ്തുവിദ്യ വിദഗ്ധൻ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി, ക്ഷേത്രം തന്ത്രിമാരായ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി, തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി തുടങ്ങിയ കലാസാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് 10:30 ഭക്തജനങ്ങൾ 36,008 നാളികേരം എണ്ണിക്കൂട്ടും. ഉച്ചയ്ക്ക് 2 മണിക്ക് കളം കുറിച്ചതിനുശേഷം കക്കാട് രാജപ്പന്മാരാരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായമ്പക അരങ്ങേറും. ശേഷം ട്രിപ്പിൾ കേളി, ട്രിപ്പിൾ കൊമ്പുപറ്റ്, ട്രിപ്പിൾ കുഴൽപ്പറ്റ് എന്നിവയും ഉണ്ടായിരിക്കും. അത്താഴപൂജയ്ക്ക് ശേഷം വൈകിട്ട് 6 മണിക്ക് മുല്ലയ്ക്കൽ പാട്ടിന് എഴുന്നള്ളിക്കും. ശേഷം ഈടും കൂറും കഴിഞ്ഞ് കളം പ്രദക്ഷിണത്തിനും കളം പൂജ കളംപാട്ടിനും ശേഷം നാളികേരം മുടക്കൽ ചടങ്ങ് നടത്തും. തുടർന്ന് കൂറ വലിക്കുന്നതോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. 3 നേരവും അന്നദാനവും ഉണ്ടായിരിക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ കെ ഭാസ്കരക്കുറുപ്പ്, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ കെ മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടവല്ലൂർ കല്ലംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ചാലിശ്ശേരി സഹയാത്രയിലെ ഭിന്നശേഷി സുഹൃത്തുക്കൾക്കൊപ്പം പുതുവത്സരാഘോഷങ്ങൾ നടത്തി. ബുധനാഴ്ച രാവിലെ സഹയാത്ര ഡേ കെയറിലെത്തിയ സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പുതുവത്സരാഘോഷങ്ങൾ സഹവർത്തിത്വത്തിന്റെ സ്നേഹസംഗമമായി. വിഭിന്നശേഷി സഹോദരങ്ങൾക്കൊപ്പം കുട്ടികളും അധ്യാപകരും ചേർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. സ്കൂൾ പ്രിൻസിപ്പാൾ ലിനി ഷിബു, സ്കൂൾ ജോയിന്റ് സെക്രട്ടറി സുബൈർ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കോർഡിനേറ്റർ അബ്ദുൾ നാസർ, PTA പ്രസിഡന്റ് അനിൽ കെ ജോസ്, സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ പൂർണ്ണ പുഷ്കല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായി. ചടങ്ങുകൾക്ക് തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി അരവൂർ മഠം വാസുദേവൻ എമ്പ്രാന്തിരി വിശേഷാൽ പൂജകൾക്ക് നേതൃത്വം നൽകി. വൈകിട്ട് നടന്ന ആദരയോഗം മാധ്യമപ്രവർത്തകൻ V മുരളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചഗുസ്തി മത്സരത്തിൽ ദേശീയ തലത്തിലെത്തിയ പട്ടിയാത്ത് രാജീവ്, പാറപ്പുറത്ത് ദിവാകര പണിക്കർ, ലിജി ഇളയരാജ എന്നിവരെയാണ് ആദരിച്ചത്. ട്രസ്റ്റ് ചെയർമാൻ മാരാത്ത് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A സുധീഷ് ബാബു, G രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. കേരള കർഷക സംഘം പുന്നേർകുളം വെസ്റ്റ് മേഖല കൺവെൻഷൻ നടത്തി. പഞ്ചായത്ത് ഹാളിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം ചാവക്കാട് ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രൻ തട്ടകം അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം സുമ ടീച്ചർ, ചാവക്കാട് ഏരിയ വൈസ് പ്രസിഡന്റ് AD ധനീബ് തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്തിലെ വെസ്റ്റ് മങ്ങാട് വായനശാല കരുവാൻ അങ്ങാടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഭൂഗർഭജലം വളരെ ദുർലഭമാണെന്നും എല്ലാ വീടുകളിലും മഴക്കുഴികളും കിണർ റീചാർജിംഗും നിർബന്ധമായും ചെയ്യണമെന്നും MLA പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ്,
റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി വിഹിതവും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയിൽ മേഖലയിലെ 58 കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാകും. പെരുമ്പിലാവ് അൻസാർ കോളേജിൽ PG വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇൻസ്പയർ 2025 എന്ന പേരിൽ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. പ്രമുഖ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ J. ഫരീദ അൻസാരി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ജൂബി ജോയ്, കോർഡിനേറ്റർമാരായ സമീറ, ഹൈദ്രോസ്, M. അഷിത, സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആയിഷ എന്നിവർ സംസാരിച്ചു. ക്വിസ് മത്സരം, ട്രഷർ ഹണ്ട്, എക്സിബിഷൻ എന്നിവ നടന്നു. ഇതോടൊപ്പം അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളുമായുള്ള പ്രദർശനവുമുണ്ടായി. അൻസാർ വിമൻസ് കോളേജ് ഓഫീസ് ഹെഡ് ക്ലർക്ക് MS ബിന്ദു സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തു. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ ഓഫീസ് അറ്റൻഡറിന്റെ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ജനുവരി 7-ാം തീയതി ചൊവ്വാഴ്ച 10:30 ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാകേണ്ടതാണെന്നും കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. മങ്ങാട് കോട്ടിയാട്ടുമുക്ക് ശ്രീ മഹാവിഷ്ണു അയ്യപ്പ സംഘത്തിന്റെ നേതൃത്വത്തിൽ ദേശവിളക്ക് ആഘോഷവും അന്നദാനവും ശനിയാഴ്ച നടക്കും. വൈകിട്ട് 6:30 മങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കും എഴുന്നള്ളിക്കും. അന്നദാനവും മറ്റ് ചടങ്ങുകളും ഉണ്ടാകും. വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പുതുവത്സരാഘോഷം നടത്തി. പ്രധാന അധ്യാപകൻ ജിയോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ ചേർന്ന് പുതുവർഷ ജ്യോതി തെളിയിച്ചു. അധ്യാപകരും കുട്ടികളും പുതുവർഷ സമ്മാനങ്ങൾ കൈമാറി. അധ്യാപകരായ AACC, N. ജോളി ജോസ്, വിൻസി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിരുന്നുകൾക്ക് രുചിപ്പെരുമ തീർക്കാൻ മത്സ്യവിപണി സജ്ജമായി. ചിറ്റാട്ടുകര ജനശക്തി റോഡിൽ ചിറ്റാട്ടുകര ദേവാലയത്തിന്റെ പാരിഷ് ഹാളിന് സമീപം ട്രീസ ഫിഷ് ഫാമിലാണ് ബ്രാൽ ഇനത്തിൽപ്പെട്ട മത്സ്യം വിൽപ്പനയ്ക്കായി സജ്ജമായിരിക്കുന്നത്. ഉത്സവ ദിനങ്ങളിൽ രുചികരവും സ്വാദിഷ്ടവുമായ ബ്രാൽ കറി ഒരുക്കാൻ വർഷത്തിൽ 365 ദിവസവും മത്സ്യം ഇവിടെ ലഭിക്കും. പെല്ലറ്റ് ഫീഡ് മാത്രം കൊടുത്ത് വളർത്തിയെടുക്കുന്ന മികച്ച ബ്രാൽ വിഭാഗത്തിൽപ്പെട്ട മത്സ്യമാണ് ട്രീസ ഫിഷ് ഫാമിൽ വിപണിയിലുള്ളത്. വിദേശത്ത് കൊണ്ടുപോകുന്നതിനായി ഉണക്കിയ ബ്രാലും വിപണിയിൽ ലഭ്യമാണ്. 30-ലധികം ടാങ്കുകളിലാണ് മത്സ്യം വളർത്തുന്നത്. ഇതിനാൽ ചെളിമണം തീരെ ഇല്ലാത്ത മത്സ്യങ്ങളാണ് ഉള്ളത്. മത്സ്യങ്ങൾ ക്ലീൻ ചെയ്തു കൊടുക്കാനും ഇവിടെ സൗകര്യമുണ്ട്. മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കലാകായിക സാംസ്കാരിക വേദി 3-ാം വാർഷികവും പുതുവത്സരവും ആഘോഷിച്ചു. ശ്രീധരൻ കല്ലാട്ടുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ സ്നേഹക്കൂടാരം പ്രസിഡന്റ് സുദീപ് പന്തക്കലിന്റെ സാന്നിധ്യത്തിൽ മൊമന്റോ നൽകി ആദരിച്ചു. സദ്യയും ഒരുക്കിയിരുന്നു. ടിജോ ജോസ്, രഞ്ജിത്ത് പണിക്കർ, രാമൻകുട്ടി കുന്നത്ത് എന്നിവർ നേതൃത്വം നൽകി. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തി. കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്ത പുതുവത്സര സന്ദേശം നൽകി. സഭാ അൽമായ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു, PTA പ്രസിഡന്റ് PM ഷെരീഫ്, PTA വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായി. മുണ്ടത്തിക്കോട് NSS കരയോഗം മന്നത്ത് പത്മനാഭന്റെ 148ാമത് ജയന്തി ആചരിച്ചു. പ്രസിഡന്റ് രാജു മാരാത്ത് പതാക ഉയർത്തി ഭദ്രദീപം കൊളുത്തി പുഷ്പാർച്ചന നടത്തി. സെക്രട്ടറി A. സുധീഷ് ബാബു, ട്രഷറർ A. സുരേന്ദ്രൻ, വനിതാ സമാജം സെക്രട്ടറി രാജശ്രീ സുഗണൻ, ധനലക്ഷ്മി രാജഗോപാൽ, ശോഭ ടീച്ചർ, ഉണ്ണി മുത്തുറ്റിപ്പറമ്പിൽ, വിജയലക്ഷ്മി രാധാകൃഷ്ണൻ, ശാന്തകുമാരി വീരത്ത് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7,120 രൂപ, പവന് 56,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. ചരമം കൂറ്റനാട് കളത്തിൽ വളപ്പിൽ കുഞ്ഞാപ്പ എന്ന മൊയ്തുണ്ണി നിര്യാതനായി 70 വയസ്സായിരുന്നു. ഖബറടക്കം കൂറ്റനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. നഫീസ ഭാര്യയാണ്. സൈനുൽ ആബിദ്, റഹ്മത്ത്, റഹീന എന്നിവർ മക്കളാണ്.
തൃത്താല നിയോജക മണ്ഡലത്തിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകനും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ വാവന്നൂർ മണിയാരം കുന്നത്ത് ഖാലിദ് നിര്യാതനായി. 52 വയസ്സായിരുന്നു. ഖദീജയാണ് ഭാര്യ. ജലീൽ, ഫസീല എന്നിവർ മക്കളാണ്. ഖബറടക്കം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കൂറ്റനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് നേതാവ് ചാവക്കാട് പുന്ന നൌഷാദ് വധം. ഒരാൾ കൂടി അറസ്റ്റിൽ. പാവർട്ടി പെരുവല്ലൂർ സ്വദേശി കുറ്റിക്കാട്ട് നിസാമുദ്ദീനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതുവത്സര ആശംസ പറയാത്തതിൽ മുള്ളൂർക്കരയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും പ്രതി പിടിയിലായി. വേലൂരിൽ ഗൃഹനാഥൻ കടന്നൽ കുത്തേറ്റ് മരിച്ചു. വല്ലൂരാൻ വീട്ടിൽ പൌലോസ് മകൻ 52 വയസ്സുള്ള ഷാജുവാണ് മരിച്ചത്. ചാലിശ്ശേരിയിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. അരിയന്നൂരിൽ വീടിന് തീപിടിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ അരിയന്നൂർ മമ്മസ്രായില്ലത്ത് ആയിഷയുടെ വീടിനാണ് തീപിടിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ ആയിഷയുടെ 2 കൈകൾക്കും പൊള്ളലേറ്റു. പെരുമ്പടപ്പിൽ വൻ ലഹരിവേട്ട. 20,000-ഓളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. പാലപ്പെട്ടി സ്വദേശി അമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. പുന്നേർകുളം, ചമ്മന്നൂർ, കുന്നംകാട്ടിൽ മുകേഷിന്റെ 2ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.